അഹമ്മദാബാദ് വിമാന ദുരന്തം. ഈ ദുരന്തം ഉണ്ടായതിനു ശേഷം എയർ ഇന്ത്യയെക്കുറിച്ച് ഒരുപാട് ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പ്. അത് നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും പലതരത്തിലുള്ള ആരോപണങ്ങളും പലതരത്തിലുള്ള റിപ്പോർട്ടുകളുമൊക്കെ ഈ പറയുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം ഇന്ത്യക്കെതിരെ ഇന്ത്യയെ എന്താ പറയാ, പ്രത്യേകിച്ച് പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെയും ഇന്ത്യക്കെതിരെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനെല്ലാം ഒരു മറുപടി കേന്ദ്ര വ്യോമയാന മന്ത്രി റാം മുഹമ്മദ് നായിഡു പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. എന്താണ് അതിൽ പൊരുൾ? ഒരു കൃത്യമായ മറുപടിയാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. കാരണം ഈ വിമാനാപകടം നടന്നതിൻ്റെ പിന്നാലെ നമുക്കറിയാം ഇത് അട്ടിമറിയാണോ എന്നൊക്കെ ഉള്ള രീതിയിലുള്ള സംശയങ്ങൾ വരുന്നത്. കാരണം അന്നത്തെ ആ സമയം ഓപ്പറേഷൻ സിന്ധു നടന്നിട്ട് കുറച്ച് ദിവസങ്ങളായുള്ളൂ. അപ്പോൾ അത്തരത്തിൽ പാകിസ്ഥാൻ ഇതിന് പങ്കുണ്ടോ? അപ്പോൾ അത്തരത്തിൽ ടർക്കിക്ക് ഇതിന് പങ്കുണ്ടോ? അത്തരത്തിൽ ഒരു അട്ടിമറി ശ്രമം നടന്നിട്ടുണ്ടോ? അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ പോയിരുന്നു. മാത്രമല്ല ഗുജറാത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി ആ വിമാനത്തിലുണ്ടായിരുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ വിമാന അപകടം നടന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും നാടായിട്ടുള്ള ഗുജറാത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിമാന അപകടം ഒരു അട്ടിമറി ശ്രമമായിരുന്നു എന്നുള്ള സംശയത്തിലൊക്കെ നമ്മൾ അന്നും പോയിരുന്നു. ഇന്നും അട്ടിമറി സാധ്യതയെക്കുറിച്ച് പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞിട്ടില്ല. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ 1-2 ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ ഇപ്പോൾ കേൾക്കുന്ന വിമാനാപകടത്തിൻ്റെ സാങ്കേതിക കാരണങ്ങളെ കുറിച്ചിട്ടുള്ള ഊഹാപോഹങ്ങളും അതുപോലെ തന്നെ മറ്റു ചില വിവരങ്ങളൊക്കെയാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പാശ്ചാത്യ മാധ്യമങ്ങൾ, പ്രത്യേകിച്ചും അമേരിക്കയിലെ മാധ്യമങ്ങൾ, ഇത്തരത്തിൽ പൈലറ്റുമാരെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള തെളിവുകളാണ് അവർ പറയുന്നത്. തെളിവുകളല്ല, ആരോപണങ്ങളാണ് അവർ പറയുന്നത്. ഇന്ത്യയുടെ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിട്ടുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് പുറത്തുവിടുകയാണ്, ഒരു ബേസിസും ഇല്ലാതെ. സത്യത്തിൽ അങ്ങനെ ഒരു റിപ്പോർട്ട് പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണെന്നുള്ള കാര്യമാണ് ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇന്ത്യയുടെ അന്വേഷണ ഏജൻസി അത്തരത്തിലൊരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുമില്ല, പുറത്തുവിട്ടിട്ടുമില്ല. ഈ അന്വേഷണ ഏജൻസിയുമായിട്ട് സഹകരിക്കുന്നത് ചില അമേരിക്കൻ ഏജൻസികളാണ്. ഈ ഏജൻസികളാണ് വാർത്താ ലേഖകർക്ക് ഇത്തരത്തിലുള്ള ചില വിവരങ്ങൾ കൊടുക്കുന്നത്. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പൈലറ്റുമാർ ആത്മഹത്യ ചെയ്തതാണ്, പൈലറ്റിൻ്റെ ഒരു നടപടി കാരണമാണ് ഇത്തരത്തിൽ വിമാനം താഴേക്ക് പോയത്, പൈലറ്റിൻ്റെ അമ്മ മരിച്ചതിൻ്റെ വിഷമത്തിൽ പൈലറ്റ് പ്ലെയിൻ ഇടിച്ചിറക്കിയതാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ വരുന്നു. ഫ്യൂവൽ എൻജിൻ, ഇന്ധന വാൽവ്, ഇന്ധന സ്വിച്ച്, ഇന്ധന നിയന്ത്രണ സ്വിച്ച് വിമാനം പറന്നുയർന്ന ഉടനെ ഓഫ് ചെയ്തത് കൊണ്ടാണ് ഇത്തരത്തിൽ വിമാനം തകർന്നതെന്നതിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് കേന്ദ്ര വ്യോമയാന മന്ത്രിയുടെ ഒരു പ്രസ്താവന പാർലമെൻറ്റിൽ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയം മുതൽ തന്നെ രാജ്യം വ്യോമയാന മന്ത്രിയുടെ പ്രസ്താവനയ്ക്കായിട്ട് കാത്തിരിക്കുകയായിരുന്നു. എന്താണ് അദ്ദേഹം പറയാൻ പോകുന്നതെന്നുള്ള കാര്യം. പാശ്ചാത്യ മാധ്യമങ്ങളുടെ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ അത് ശുദ്ധ അസംബന്ധമാണെന്നും പൈലറ്റുമാർക്കെതിരെ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത് തെളിവില്ലാതെയാണ് എന്നും സാധാരണക്കാരെ പറ്റിക്കാനും അതുപോലെ തന്നെ ബോയിങ് വിമാന കമ്പനിയും രക്ഷിക്കാനുമുള്ള ചില ശ്രമങ്ങളാണ് നടക്കുന്നത് എന്നുമൊക്കെയുള്ള വാദങ്ങൾ ശക്തി പകരുന്നതാണ് ഇന്നത്തെ വ്യോമയാന മന്ത്രി പാർലമെൻറ്റിൽ നടത്തിയ പ്രസ്താവന. അതായത് അദ്ദേഹം ധാരാളം കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഈ അപകടത്തെക്കുറിച്ചും ഈ അപകടത്തിൻ്റെ അന്വേഷണത്തെക്കുറിച്ചും എല്ലാം ധാരാളം കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരുന്നു. എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ആണ് ഈ അപകടവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. സമാന്തരമായി ചില കേന്ദ്ര സർക്കാർ ഏജൻസികളും ഈ അപകട കാരണത്തെക്കുറിച്ച് പ്രത്യേകിച്ചും അട്ടിമറി സാധ്യതകളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ഇന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി പാർലമെൻറ്റിൽ പറഞ്ഞത് വളരെ സുതാര്യമായ അല്ലെങ്കിൽ വളരെ സ്വതന്ത്രമായ ഒരു അന്വേഷണം തന്നെയാണ് നടക്കാൻ സാധ്യത എന്നാണ്. ഒരു അമേരിക്കൻ കമ്പനിക്കും അല്ലെങ്കിൽ ഒരു രാജ്യത്തിനും ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ കഴിയില്ല. സ്വതന്ത്രമായ അന്വേഷണം തന്നെ നടക്കും. പാശ്ചാത്യ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന വിവരങ്ങളെ പൂർണ്ണമായും അദ്ദേഹം തള്ളിക്കളയുകയാണ്. അതായത് ഇന്ത്യയിൽ ബ്ലാക്ക് ബോക്സ്, ഈ അപകടത്തിൽ പെട്ട വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തിട്ടുണ്ട്. ഈ ബ്ലാക്ക് ബോക്സിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ അന്വേഷണത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ്, പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ബ്ലാക്ക് ബോക്സ് അനാലിസിസ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ നടക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല പണ്ട് കാലങ്ങളിലൊക്കെ വളരെ ചെറിയ കേടുപാടുകൾ ബ്ലാക്ക് ബോക്സിലുണ്ടെങ്കിൽ പോലും ഇത് വിദേശത്ത് അയക്കുമായിരുന്നു. അതായത് ഈ വിമാന കമ്പനിയുടെ ലോകത്ത് 2 വിമാന കമ്പനികൾ മാത്രമേ ഉള്ളൂ. ഈ വിമാന കമ്പനികളുടെ നിയന്ത്രണത്തിലുള്ള ഏതെങ്കിലും രാജ്യത്തിലേക്ക് ബ്ലാക്ക് ബോക്സ് മാറ്റിയതിന് ശേഷം ഈ അപകടത്തിൻ്റെ കാരണങ്ങൾ ഈ പറയുന്ന വിമാന നിർമ്മാണ കമ്പനിക്കോ എയർലൈനിനോ യാതൊരു തട്ടുകേടുമില്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള രീതിയിലേക്ക് ഈ അന്വേഷണത്തെ വഴിതെളിക്കുക എന്നതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇനി നടക്കാൻ പോകുന്നില്ല. എന്ന് തന്നെയാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ വ്യോമയാന മന്ത്രി പറഞ്ഞു വയ്ക്കുന്നത്. അതായത് സ്വതന്ത്രമായ അന്വേഷണം നടക്കും, രാജ്യത്തിനകത്താണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്,
വിദേശ ഏജൻസികളുടെ സഹായമുണ്ടെങ്കിലും ഈ ബ്ലാക്ക് ബോക്സ് നമ്മുടെ കസ്റ്റഡിയിൽ തന്നെയാണ്, വിവരങ്ങൾ ഭദ്രമായിരിക്കും, അവസാന റിപ്പോർട്ട് വരുന്നത് വരെ അല്ലെങ്കിൽ ഈ അന്വേഷണം അവസാനിക്കുന്നത് വരെ കാത്തിരിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വിമാനാപകടത്തിൻ്റെ വസ്തുതാപരമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരിക തന്നെ ചെയ്യും എന്നൊരു പ്രസ്താവനയാണ് പാർലമെന്റിൽ വ്യോമയാന മന്ത്രി നടത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു പ്രസ്താവന തന്നെയായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. വിദേശ മാധ്യമങ്ങളിൽ വരുന്ന വിവരങ്ങൾ, അതിനെ തുടർന്ന് അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഇവിടെ നടക്കുന്ന ചർച്ചകൾ, ഇതെല്ലാം തന്നെ സമൂഹത്തെ ഒരു പരിധിവരെ ഒരു ആശങ്കയിലാക്കിയിട്ടുണ്ട്, സംശയത്തിലാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് എയർ ഇന്ത്യ പോലുള്ള ഒരു കമ്പനിയുടെ വിമാനത്തിലാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് കേൾക്കുമ്പോൾ ഇതിനൊക്കെ നിവർത്തി തരുന്ന ഇത്തരം സംശയങ്ങളൊക്കെ ഒരു എന്താ പറയുക, അതിന് തീർപ്പ് അല്ലേ, എന്താ അതെ തരുന്ന ഒരു രീതിയിൽ അന്വേഷണം അവസാനിക്കുമ്പോൾ യഥാർത്ഥ വസ്തുത പുറത്തു വരും എന്ന ആത്മവിശ്വാസമാണ് കേന്ദ്രമന്ത്രി പാർലമെന്റിൽ പ്രകടിപ്പിച്ചത്. അന്ന് ഈ റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് ഊഹാപോഹങ്ങൾ പരത്തരുത് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അതായത് ഈ വ്യോമയാന വിദഗ്ധരും മറ്റുമാണ് ഇത് പബ്ലിക്കിൻ്റെ മുമ്പിൽ പറയുന്നത്. ഇപ്പോൾ ഈ ഡാറ്റ ഇതിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് ഡാറ്റ മാത്രമാണ്. ഫ്യൂവൽ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടോ, ഓൺ ആയിട്ടുണ്ടോ, അത്തരം കാര്യങ്ങൾ, അവസാനത്തെ ശബ്ദരേഖ എന്തായിരുന്നു, അത്തരത്തിലുള്ള. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഈ ഒരു പൊതുസമൂഹത്തിന് എന്താണ് ഇതിനകത്ത് നടക്കുന്നതെന്ന് അറിയില്ല. ഇതിന് ടെക്നിക്കൽ വശങ്ങൾ, സാങ്കേതികപരമായിട്ടുള്ള വശങ്ങൾ. അപ്പം അത്തരം സാങ്കേതിക ഡാറ്റ വെച്ചിട്ട് ഒരു കഥ ഇറക്കുക അല്ലെങ്കിൽ ഊഹാപോഹം ഉണ്ടാക്കുക, എന്നിട്ട് അത് പബ്ലിക്കിൻ്റെ ഇടയിലേക്ക് വിടുക. ഇവിടെ ഉള്ള ഈ ചില വ്യോമയാന വിദഗ്ധരാണ് തുടങ്ങി വെച്ചത് ആദ്യം. കാരണം ഈ മാധ്യമങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ഊഹാപോഹങ്ങൾ, ഈ ഒരു വിഷയത്തിനെ അവർക്ക് മാക്സിമം ഊതിപ്പെരുപ്പിക്കുക, ഊഹാപോഹങ്ങൾ പരത്തുക, ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. അപ്പം ഇതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക എന്നുള്ളൊരു കാര്യം വരുന്നില്ല. അപ്പം അദ്ദേഹം അന്നേ പറഞ്ഞിരുന്നു, ഇത് നിങ്ങൾ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു ആരോപണത്തിലേക്ക് പോകുന്ന പൈലറ്റുമാരുടെ സംഘടനയൊക്കെ പ്രതിഷേധത്തിലേക്ക് വന്നിരുന്നു. കാരണം ഇത് യഥാർത്ഥ കാരണം കണ്ടുപിടിക്കാതിരിക്കാനുള്ള ഒരു കാരണമാണത്. അതിലേക്ക് വഴിതിരിച്ചു വിടാൻ. ഇപ്പോൾ പൈലറ്റുമാരുടെ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കി വിമാനത്തിന് പ്രശ്നം ഉണ്ടായിരുന്നോ ഇല്ലെന്നൊന്നും അന്വേഷിക്കണ്ടല്ലോ. അതാണ് ഇവിടെ പറയുന്നത്. ബോയിങ് കമ്പനിയുടെ ആ ഒരു അവരുടെ കുറവുകൾ അല്ലെങ്കിൽ വീഴ്ചകൾ മറച്ചു വയ്ക്കാൻ വേണ്ടി തന്നെ ആയിരിക്കും അമേരിക്ക ഇത് ഇന്ത്യൻ പൈലറ്റുമാരുടെ പ്രശ്നമാണിത് എന്നുള്ള രീതിയിൽ ആത്മഹത്യാ ശ്രമം എന്നൊക്കെ ഉള്ള രീതിയിൽ വയ്ക്കുന്നത്. കാരണം ഇത് ആദ്യമായിട്ടല്ല, ഈ പൈലറ്റുമാർ ആത്മഹത്യാ ശ്രമം നടത്തുന്നത് ആദ്യമായിട്ടല്ല. ഇത് ഒരു എന്താ പറയുക, ഈ വിമാനം ഉണ്ടായ കാലം മുതൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ പറയുന്ന 2015 ഉണ്ടായിട്ടുണ്ട്. ഈ 2014 ഉണ്ടായ MH370 എന്ന് പറയുന്ന മലേഷ്യൻ എയർലൈൻസ് ഇന്നും അത് കണ്ടെത്തിയിട്ടില്ല. ആ വിമാനമൊക്കെ ഇതുപോലെ ഒരു പൈലറ്റിൻ്റെ ആത്മഹത്യാ ശ്രമമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പൈലറ്റുമാരുടെ മാനസികാരോഗ്യ പരിശോധിക്കുക, അത്തരത്തിലേക്കുള്ള രീതിയിൽ ചർച്ച തിരിയുകയാണ്. വിമാനത്തിൻ്റെ സാങ്കേതിക വശങ്ങൾ അതൊന്നും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. അതായത് പൈലറ്റുമാരുടെ മാനസികാരോഗ്യം എങ്ങനെ അളക്കാൻ പറ്റും, അത് എത്ര ഇടവേളകളിൽ അത് പരിശോധിക്കണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ, ഈ പൈലറ്റ് മാനസികാരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട ഗുളികകൾ അല്ലെങ്കിൽ മരുന്ന് കഴിച്ചിരുന്നോ, ഇത്തരത്തിലുള്ള രീതിയിലേക്കുള്ള അന്വേഷണങ്ങൾ. അപ്പോൾ ഇതിനപ്പുറത്തേക്ക് ഈ വിമാനത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ, അത്തരത്തിലുള്ള യാതൊരുവിധ അന്വേഷണവും ഇവിടെ വരുന്നില്ല. ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ചർച്ച മൊത്തം പൈലറ്റിൻ്റെ ഇനി ഇതിലേത് 2 പൈലറ്റ് ഉണ്ട്, അതിലേത് പൈലറ്റാണ് പിന്നെ അത് ചെയ്തതെന്നറിയണം. ആ പൈലറ്റിനെ ഇനി കുറ്റപ്പെടുത്തണം. ആ പൈലറ്റിൻ്റെ വീട്ടുകാരെ ഫേസ്ബുക്ക് പേജുകൾ കണ്ടുപിടിച്ച് അവിടെ പോയി ചീത്ത വിളിക്കണം. ഇതൊക്കെയാണ് ഇത്തരത്തിൽ അറിയാമല്ലോ. കഴിഞ്ഞ ദിവസം നിമിഷപ്രിയയുടെ കേസിലാണെങ്കിലും തലാലിൻ്റെ സഹോദരൻ്റെ ഫേസ്ബുക്ക് പേജ് കണ്ട് അവിടെ പോയി അറബിയിൽ വരെ തെറി എഴുതിയിട്ട മലയാളികളുണ്ട് ഇവിടെ. കാരണം അവരെ സംബന്ധിച്ച് അങ്ങനെ ചെയ്യുന്നത് വഴി എന്താണ് അതിൻ്റെ അനന്തരഫലമെന്ന് ഇവർ ചിന്തിക്കുന്നുണ്ടോ? കാരണം അവിടെ അവർ പ്രകോപിതരാകുകയും ഈ നിമിഷപ്രിയയ്ക്ക് കൂടുതൽ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനേ ശ്രമിക്കുകയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഇവിടെ ഒരു ഉത്തരവാദിത്വമില്ലാതെ പെരുമാറുന്ന ഒരു സമൂഹത്തിൻ്റെ മുമ്പിലാണ് ഇവർ ഇത്തരം കാര്യങ്ങൾ ഈ വ്യോമയാന വിദഗ്ധരും മറ്റും പറഞ്ഞു വിടുന്നതെന്നുള്ള ബോധ്യം ഇവർക്ക് വേണം. അത് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് പറയുമ്പോൾ അത് പൊതുസമൂഹത്തിനിടെ ഇത്രമാത്രം ബോധമുള്ള ഒരു സമൂഹത്തിനോടാണ് പറഞ്ഞു വിടുന്നത്. അല്ലാതെ ഒരു വെൽ ഇൻഫോംഡ് ആയിട്ടുള്ള സാക്ഷരതയുള്ള ബോധമുള്ള തലയിൽ വെളിച്ചമുള്ള ഒരു സമൂഹത്തിനോടല്ല ഇത് പറയുന്നത്. അത്തരം കാര്യങ്ങൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കണം എന്ന് മാത്രം പറയാൻ